ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുന്നത് കാണാൻ കാത്തിരുന്ന ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണിത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അർജന്റീന ടീമിന്റെ ഇന്ത്യൻ പര്യടനം റദ്ദാക്കിയിരിക്കുകയാണ് എന്നാണ് വിവരം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പത്രം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇന്ത്യ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നിരന്തരം ലംഘിച്ചുവെന്നും അതിനാൽ AFA കരാർ പ്രകാരമുള്ള മത്സരം മറ്റൊരു തീയതിയിലേക്ക് പരിഗണിച്ചേക്കും എന്നുമാണ് റിപ്പോർട്ട്. MG മിഥുൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ മത്സരം ഉപേക്ഷിക്കുന്നു എന്നാണോ, അതിനപ്പുറത്ത് നിലവിലെ സാഹചര്യത്തിൽ ഈ മത്സരം നടക്കില്ല, പിന്നീട് മത്സരം നടക്കാം എന്നാണോ ഈ പത്ര റിപ്പോർട്ട്? അഭിലാഷ്, വളരെ പ്രതീക്ഷയോടെ മെസ്സിക്കായി ആരാധകർ കാത്തിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് നവംബർ 17 കേരളത്തിലേക്ക് മെസ്സി വരുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതെങ്കിൽ അതിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള ചില പത്ര റിപ്പോർട്ടുകളാണ് ദ നേഷൻ അടക്കമുള്ള അർജന്റീനയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായിട്ടുള്ള ദ നേഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, അവർ പറയുന്നത് ചില കാര്യങ്ങൾ, അതായത് ഈ അർജന്റീനയുടെ സംഘം കേരളത്തിലേക്ക് എത്തുകയും ഒപ്പം തന്നെ ഇവിടുത്തെ ഹോട്ടലുകളും ഒപ്പം തന്നെ സ്റ്റേഡിയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് തിരികെ മടങ്ങുകയും ചെയ്തിരുന്നു. അതിൽ ചില ലംഘനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതായിരുന്നു അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ മത്സരം ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് AFA പോകുന്നത് എന്ന് തന്നെയാണ് ഇത് നേഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിനു മുമ്പ് ഗാസ്റ്റൻ എഡ്യൂൾ, ഇവരുടെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രമുഖ ജേർണലിസ്റ്റ് കൂടിയാണ്, അർജന്റീന ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ നൽകുന്നതും ഒപ്പം തന്നെ അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷനുമായി ഏറെ അടുത്ത് ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് ഗാസ്റ്റൻ എഡ്യൂൾ. അദ്ദേഹവും ഇത് സംബന്ധിച്ച് ചില സൂചനകൾ അല്ലെങ്കിൽ ഒരു വ്യക്തമായ തെളിവുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മത്സരം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തുവിടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദ നേഷൻ കൂടി ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഒപ്പം തന്നെ TVC സ്പോർട്ട്, അർജന്റീനയിലെ മാധ്യമ സ്ഥാപനമായിട്ടുള്ള TVC സ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ അർജന്റീനയുടെ പര്യടനം നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ അങ്കോളയുമായി നടക്കുകയും ചെയ്യും. അത് നിശ്ചയിച്ചിരിക്കുന്നത് നവംബർ 11 ഈ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത്. അങ്കോളിയൻ ദേശീയ ടീമുമായിട്ടാണ് ലോക ചാമ്പ്യന്മാർ കളിക്കുകയും ചെയ്യുക. ഇതിനുശേഷം നവംബർ 17 കേരളത്തിലെത്തി ഓസ്ട്രേലിയക്കെതിരെ കളിക്കുക എന്നത് അസാധ്യമാണ് എന്നുകൂടിയാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്റർനാഷണൽ മത്സരങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു 2 മത്സരങ്ങളാണ് അർജന്റീൻ ടീം കളിക്കാറുള്ളത്, പതിവായി കളിക്കാറുള്ളത്. അതിലൊരു മത്സരം ഇപ്പോൾ എന്തായാലും അത് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഷെഡ്യൂളും AFA പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അങ്കോളയ്ക്കെതിരായിട്ടുള്ള മത്സരം അത് ഷെഡ്യൂൾ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു മത്സരം, അതായത് അത് ആഫ്രിക്കൻ ടീമിനെതിരെ തന്നെ ആകുമോ അതോ തിരികെ കേരളത്തിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം, അത് ചോദ്യമായി തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ്. അതിലൊരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടുകൾ പ്രകാരം, പ്രത്യേകിച്ച് ഈ പത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെ തന്നെ മെസ്സിയും അർജന്റീനിയൻ ടീമും ഇവിടേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ തവണ ഈ മത്സരം റദ്ദാക്കിയാൽ പോലും തന്നെ അടുത്ത വർഷം മാർച്ചിൽ ഇത്തരത്തിൽ ഈ മത്സരത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി ഒരുങ്ങുമെന്നുള്ള സൂചനകൾ കൂടി ഈ പത്രം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സാധ്യതകൾ കൂടി ഇവർ കരാർ പ്രകാരം പരിശോധിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും തന്നെ AFAയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ, ഈ റിപ്പോർട്ട് ചാനലിൻ്റെ MD അടക്കം ചില വാദങ്ങൾ നടത്തിയിരുന്നു. AFAയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല, പിന്നെ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ള ചോദ്യം അദ്ദേഹം നിരന്തരം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മുൻകാലങ്ങളിൽ എല്ലാം ഈ അർജന്റീൻ ടീമുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഗാസ്റ്റൻ എഡ്യൂൾ എന്ന പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ അവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾ, അവിടുത്തെ പത്രം ഉൾപ്പെടെ ഈ വിവരം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ അതെങ്ങനെ നമുക്ക് തള്ളിക്കളയാനാകുമെന്നുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനൊക്കെ മറുപടി പറയേണ്ടത് സ്വാഭാവികമായും റിപ്പോർട്ടർ ചാനൽ MD ആൻഡോ അഗസ്റ്റിൻ തന്നെയാണ്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും കായിക മന്ത്രി V അബ്ദുറഹ്മാനും ഇത് സംബന്ധിച്ച് എന്താണ് നിലവിലെ സ്റ്റാറ്റസ്, മെസ്സി വരുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ ഏറെ കാലം കൊണ്ട് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വളരെ ആകാംക്ഷയോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ ആവേശത്തോടു കൂടിയാണ് ആരാധകരും ഒക്കെ മെസ്സിയെ കാണാൻ, അതായത് കേരളത്തിന്റെ മണ്ണിൽ മിശിക പന്ത് തട്ടുന്നത് കാണുന്നതിന് വേണ്ടി. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മിഥുൻ ഈ സൂചിപ്പിക്കുന്ന പോലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിന്റെ മിശിക ഇവിടേക്ക് എത്തുന്നു, ലയണൽ മെസ്സി എത്തുന്നു എന്നുള്ളതാണ് അവരുടെ വികാരം. അതിനപ്പുറത്ത് അർജന്റീനൻ ടീം എന്നത് പോലുമല്ല. പക്ഷേ നമുക്കറിയാമല്ലോ, അർജന്റീനൻ ടീം ഇവിടെ എത്തിയാൽ അവർക്കൊരു എതിരാളി ഉണ്ടാകും. ആ എതിരാളിയാണ് അവർ നേരിടേണ്ടി വരുന്നത്. അത് ഓസ്ട്രേലിയ എന്നാണ് പറയുന്നത്.
അപ്പോൾ പോലും ഈ അർജന്റീന ടീമിന് മത്സരക്രമം നിശ്ചയിക്കുന്നത് പോലെ, വേദി നിശ്ചയിക്കുന്നത് പോലെ, ഷെഡ്യൂൾ നിശ്ചയിക്കുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. മറുഭാഗത്ത് ടീമിനും ഇതേ കാര്യങ്ങളെല്ലാം ബാധകമാണ്. ഇവിടെ ഓസ്ട്രേലിയൻ ടീമോ ഓസ്ട്രേലിയൻ അസോസിയേഷനോ ഫുട്ബോൾ ഫെഡറേഷനോ ഒന്നും ഇത് സംബന്ധിച്ച് സ്ഥിരീകരണവും നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അർജന്റീന പറയുന്നു എന്നതുപോലെ തന്നെ യെസ്, ആൻഡോ അഗസ്റ്റിൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ആൻഡോ അഗസ്റ്റിൻ ആവർത്തിച്ച് പറയുന്നത് മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴിതാ ഈ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങളടക്കം അത് നിഷേധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത്. എന്താണ് വസ്തുത? ഈ വസ്തുത ഞാൻ ഇന്നലെയും പറഞ്ഞതല്ലേ, അപ്പൊ എന്നും ഇങ്ങനെ പറയാൻ കഴിയുമോ? വരുന്നില്ല നിങ്ങൾ പറയുന്നു, ഞാൻ വരുന്നുണ്ടെന്ന് പറയുന്നു. നോക്കാം, നമുക്ക് ഇനി വരുമ്പോ പറയാന്നുള്ളതിനേക്കാൾ അപ്പൊ എന്താ പറയാ? അല്ല, അങ്ങനെയാണ് ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്യുന്നത്. വരുമ്പോൾ പറയാമെന്നുള്ളതല്ലല്ലോ. ഇന്ത്യയിലും വേൾഡിലുള്ള പത്രങ്ങൾ മുഴുവൻ പറയുന്നതിന് മുഴുവൻ നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. അതായത് ഒഫീഷ്യലായിട്ട് ഒരു കാര്യവും മറുപടി കിട്ടിയിട്ടില്ല. അങ്ങനെ വരുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും നമുക്കില്ല. പിന്നെ നമ്മൾ എങ്ങനെയായിരുന്നു മറുപടി പറയാ? നിലവിൽ എന്ന് മെസ്സി വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്. മെസ്സി വരുന്നില്ല. അർജന്റീന ടീം പറയുന്നത് അർജന്റീന ടീം 15-ാം തീയതി വരും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ഒഫീഷ്യലായിട്ട് കിട്ടിയ അനൗൺസ്മെന്റ്, അല്ല അറിയിപ്പ്. 15-ാം തീയതി വരും, 17-ാം തീയതി മത്സരം നടക്കും. അതെ, ഫിഫ വിൻഡോയില് മാച്ച് ഇല്ലെന്നോ ഫിഫ വിൻഡോ ക്യാൻസൽ ആയതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ല. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. എല്ലാം അവിടെ കൺഫേം ആയി നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാ അതിങ്ങനെ വരുന്നതെന്ന് എന്ത് അറിയാൻ പറ്റും? എതിരാളികൾ ഓസ്ട്രേലിയ ആണല്ലോ അല്ലേ? അതെ അതെ അതെ. ഓസ്ട്രേലിയ ഫുട്ബോൾ അസോസിയേഷനോ ഫെഡറേഷനോ ഒക്കെ ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അവരൊക്കെ എല്ലാം അവർ പ്രൊസീജിയർ, വിസ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ എല്ലാം. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഈ അർജന്റീനയിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കറിയില്ല. കാരണം നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയുക? നമുക്ക് ഇവിടുന്ന് അർജന്റീന മാധ്യമത്തെ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? നമ്മളോട് ആരും അതിന്റെ അഭിപ്രായം ചോദിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അതൊക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ നാട്ടിലുള്ള മാധ്യമങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കൺസേൺ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് എന്താ പറയാൻ കഴിയുക? ഈ ഓസ്ട്രേലിയൻ ഫുട്ബോൾ അസോസിയേഷനും ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നൽകുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്, അവിടെ നിന്നുമുള്ളത്. അങ്ങനെയല്ല എന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങൾ ഇവിടെ കണ്ടതല്ലേ, അർജന്റീനയുടെ ആൾക്കാർ ഇവിടെ വന്നു, അവർ ഒഫീഷ്യലി പറഞ്ഞു. അവരുടെ വെബ്സൈറ്റ് ഇപ്പോഴും എടുത്തു നോക്കൂ, അർജന്റീനയുടെ വെബ്സൈറ്റ് ഇപ്പോൾ എടുത്തു നോക്കൂ എങ്ങനെയുള്ളതെന്ന്. അതിന്റെ അകത്ത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ്, ഇന്ന ദിവസം കേരളത്തിലാണ് കളി എന്നുള്ളത്. അവരെന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അവർ അതിന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യില്ലേ? കേരളത്തിൽ കളിക്കുന്നില്ല. എന്തൊരു വിരോധാഭാസമാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, തീർച്ചയായും താങ്കൾക്ക് ഒരു മാധ്യമ സ്ഥാപനം കൂടി ഉള്ളതാണല്ലോ. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്നത് പോലെ എങ്ങനെയാണ് ഒരു വാർത്ത പുറത്തു വരിക എന്നത് ഞാനും താങ്കളെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. സ്വാഭാവികമായും അർജന്റീന എന്നത് ഫുട്ബോളിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് എന്നും അവിടുത്തെ ടീം എവിടെയൊക്കെ മത്സരിക്കുന്നു എന്നത് എത്രത്തോളം പ്രധാനമാണ് എന്നും താങ്കൾക്കും അറിയാം. അവിടുത്തെ മാധ്യമങ്ങൾ സ്വാഭാവികമായും അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഈ വാർത്ത നൽകുക. ആൻഡോ, അല്ല അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളല്ലേ ആദ്യം അറിയേണ്ടത്. അതായത് അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ അത് അറിയേണ്ടത് നമ്മളല്ലേ? അല്ല, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഈ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് കേരളം നൽകേണ്ട അല്ലെങ്കിൽ കേരളത്തിലെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമാവലികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ടീമുമായി പുലർത്തേണ്ട ആശയവിനിമയങ്ങളിലോ ഒന്നും തൃപ്തരല്ല അവർ എന്ന മട്ടിലുള്ള പ്രതികരണം വരുന്നുണ്ട്. അത് പ്രധാനമായും വരുന്നത് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധമുള്ള ജേർണലിസ്റ്റ് ഗാസ്റ്റൺ ആണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. ഗാസ്റ്റൺ എഡ്യൂൾ ആണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതും. അല്ല, അത് ഞാൻ പറയുന്നത് നമ്മൾക്ക് ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷനും ഇല്ല. നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിസ്കസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധികള് ഓൾറെഡി അർജന്റീനയിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവരെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അവിടെ ഒന്നും ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇതിങ്ങനെ വാർത്ത വരുന്നതെന്നാണ്. അല്ല, താങ്കൾ തന്നെ അല്പസമയം മുമ്പ് ചോദിച്ചു, അവിടെ നിന്നുള്ള ഒരു ഡെലിഗേറ്റഡ് ടീം അല്ലെങ്കിൽ ഒരു സംഘം വന്നു, അത് നിങ്ങൾ കണ്ടതല്ലേ എന്ന്. പക്ഷേ ഈ സംഘം തൃപ്തികരമായ ഒരു റിപ്പോർട്ടല്ല നൽകിയിട്ടുള്ളത് എന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, അതിപ്പം നമ്മൾക്ക് അവര് വന്നതിന് ശേഷം പോയതിനു ശേഷം ഒഫീഷ്യലി കൺഫർമേഷൻ തന്നിട്ടുണ്ട്.
അവർ ചെയ്യേണ്ട മാറ്റങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ അത് വരാൻ കഴിയുക? എന്താണ് ഇതിന്റെ പ്രശ്നം എന്നറിയോ? ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇത് വലിയ മുതൽ മുടക്കുള്ള ഒരു പണിയാണ്. അത് വരില്ല, വാർത്ത വരില്ല എന്ന് പറയാം. നിങ്ങൾക്കിപ്പം നിങ്ങൾ മാധ്യമ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. ഈ മുതൽ മുടക്ക് നമുക്ക് എപ്പോഴും തിരിച്ചു പിടിക്കാൻ അവിടെ അല്ല ഞാൻ പറയുന്ന തർക്കത്തിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പം ഇത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇവന്റുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും. താങ്കൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കൂ. അതായത് ഈ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ഭാഗം, അതിന്റെ ഒരു കോട്ട്, അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: We did everything possible to make it happen in November. A delegation even traveled to India to see the field, the hotel. But ultimately, India could not meet the requirements എന്നാണ്. അപ്പോൾ അവർ വന്നതിലോ സന്ദർശിച്ചതിലോ ഹോട്ടലിൻ്റെ, അതായത് താരങ്ങൾക്ക് സ്വാഭാവികമായും അത്രമേൽ ക്ലാസ് ഹോട്ടൽ സൗകര്യങ്ങൾ വേണം, അത്രമേൽ നല്ല ഗ്രൗണ്ടിലായിരിക്കണം മത്സരം നടത്തേണ്ടത്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇന്ത്യ കുഡ് നോട്ട് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്തുകൊണ്ട്? അത് രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്നതുകൊണ്ടാണല്ലോ. സ്വാഭാവികമായി ഇപ്പോൾ കേരളത്തിൽ കളി നടക്കുന്നു എന്ന് പറയുമ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നുള്ളതായിരിക്കില്ല ഫോക്കസ്, ഇന്ത്യയിൽ നടക്കുന്ന മത്സരം എന്നതായിരിക്കും. ആ നിലയിൽ ഉള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അത് എവിടെ നിന്നാണ് ആ പിഴവ് എന്ന് എനിക്ക് ടെക്നിക്കലി അറിയില്ല. അത് സംഘാടകരായ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണോ എന്നതും എനിക്കറിയില്ല. അല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയിൽ കളിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ പേര് തന്നെയല്ലേ പറയുള്ളൂ. അവർ ഇന്ത്യയിൽ കളിക്കാൻ തീരുമാനിച്ചു, അവര് വന്നു, കണ്ടു. അവർ ഏതെങ്കിലും കാര്യത്തിൽ ഇത് പറ്റില്ല പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കത് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റാം, ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ വിചാരിക്കുന്നില്ല ഈ അർജന്റീനയെക്കാളും ഉള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലമാണ് കേരളം. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നതും? അതും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്പോർട്സ് ലേഖകരൊക്കെ കേരളത്തിലുമുണ്ട്. ഞാൻ പറയുന്നത് എന്താണ് ഇത് നടക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പറയപ്പെടുന്നില്ല, ഒന്നുമില്ല. ഇനി എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ പറയാം. അതിനപ്പുറം നമ്മൾ എന്താ ചെയ്യാൻ കഴിയുക? നമുക്ക് അങ്ങനെ ഒരു സംവിധാനം കിട്ടിയിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ ഇല്ലാതെ നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യോ, ഈ കാര്യങ്ങൾ ചെയ്യോ? കാരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ഇവന്റ് കേരളത്തിൽ നടക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യാൻ കഴിയില്ല. അവിടെ അങ്ങനെയെങ്കിൽ ശ്രീ ആൻഡോ, താങ്കൾ ഈ പറയുന്നത് പോലെ ഇതൊരു പണം മുടക്കുന്ന ഒന്നുകൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പണം മുടക്കി ആ ടീം പിൻവലിഞ്ഞാൽ നിങ്ങൾക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ? അപ്പോൾ ഒരു കരാർ വസ്തുതാപരമാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക എന്നത് അവർക്കും സാധ്യമല്ല. ഞാൻ പറയുന്നത് അവർ ഒഫീഷ്യലായിട്ട് കരാറിന്റെ അകത്ത് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമുള്ളൂ. അവരുമായി ബന്ധപ്പെട്ട ഒരു സാധനം അവർ പറയുന്നില്ല, AFAന്റെ ഭാഗത്തുനിന്ന് പറയുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നറിയോ? നിങ്ങൾ കണ്ടതാണ് ഈ AFA ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ കളിയില്ല എന്ന് പറഞ്ഞതാണ്, കേരളത്തിൽ കളിയില്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ ഇന്ത്യയിലെ മാധ്യമങ്ങളെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. അർജന്റീനയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വരെ പറഞ്ഞു ഇന്ത്യയിൽ കളിയില്ല, ആഫ്രിക്കയിലാണ് കളി നടക്കാൻ പോകുന്നത്, അമേരിക്കയിലാണ് കളി നടക്കാൻ പോകുന്നത്, ചൈനയിലാണ് കളി നടക്കാൻ പോകുന്നത്. ഈ ചൈനയിലെ കളിയൊക്കെ ഇപ്പൊ എവിടെ പോയി? അമേരിക്കയിലെ കളി ഇപ്പൊ എവിടെ പോയി? അപ്പൊ അതൊക്കെ പറഞ്ഞത് അല്ല. താങ്കൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ അങ്കോളയുമായി മത്സരമുണ്ടല്ലോ, അത് ഒഫീഷ്യലായി ഫിക്സ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കാം? അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ ഈ താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇത് ഇന്ത്യയിൽ കളിക്കുന്നു എന്ന മട്ടിലാണല്ലോ. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ അത് അനൗൺസ് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ മത്സരം അവർ അനൗൺസ് ചെയ്തു, ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഒഫീഷ്യലി അവർ ഇന്ത്യയിൽ കളിക്കുന്നുവെന്നും അതിന്റെ വേദി കേരളത്തിലാണ് എന്നും അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, അത് ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ട് നിങ്ങളെല്ലാം വാർത്തയാക്കിയതാണല്ലോ. അതിനിപ്പോ എന്താ അതിന് പറയാൻ എന്താ പറ്റുക നമുക്ക്? അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഓൾറെഡി ഒഫീഷ്യലി അനൗൺസ് ചെയ്തതാണ്. എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ടല്ലോ. എവിടെ നോക്കട്ടെ, ദ സെക്കൻഡ് ഫിഫ നവംബർ ഫ്രം നവംബർ 10 to 18 will be played Luanda, Angola and Kerala, India. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ കൂടുതൽ എന്താ പറയുക? അവരുടെ വെബ്സൈറ്റ് ഇപ്പോഴും നിങ്ങൾ എടുത്തു നോക്കൂ, afa.com.ar എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. AFAന്റെ ആണ്, അത് ഒഫീഷ്യൽ വെബ്സൈറ്റ് അതാണ്. ശരി. പക്ഷേ ഈ പത്രം കോട്ട് ചെയ്യുന്നത്
what we are going to do is കാരണം അവർ കോട്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാൻ കഴിയും? അവർ പറയട്ടെ. അതിൽ കൂടുതൽ നമുക്കിപ്പോ അർജന്റീനയെ പോയിട്ട് ആ പത്രത്തിനോട് നമുക്ക് പോയിട്ട് ഞങ്ങളുടെ വാർത്ത കൊടുക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ നമ്മളെ കൊണ്ട്. അതിൽ ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആഡിങ് ദാറ്റ് they were looking at the possibility of rearranging the proposed friendly march in March next year. അതായത് 2026 മാർച്ച് മാസത്തിൽ ഈ മത്സരം നടത്താൻ പറ്റുമോ എന്നത് സംബന്ധിച്ച ആലോചനകളുമുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും റിക്വയർമെന്റ് പ്രശ്നമാണെങ്കിൽ റിക്വയർമെന്റ് നമ്മളെ അറിയിക്കാം. നമ്മൾക്ക് ഇത് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതെന്ന് പറയുന്നത് കുട്ടിക്കളിയല്ലല്ലോ. ഇത് രണ്ട് രാജ്യങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ടീമുകൾ തമ്മിലുള്ള കളിയാണ്. ഈ അർജന്റീന മാത്രമല്ല, ഈ ഓസ്ട്രേലിയയും ഇവര് എത്രയും തന്നെ വലിപ്പമുള്ള ഒരു കൺട്രിയാണ് അല്ലേ? അവർക്കൊരു അതാണ് ഞാൻ ചോദിച്ചത്. അത് ഓസ്ട്രേലിയ സ്ഥിരീകരിച്ചിട്ടുണ്ടോ, ഓസ്ട്രേലിയ ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം ഞാൻ ചോദിച്ചത് നേരത്തെ അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ പറയുന്നത് പോലെ ഇത് ചെറിയ കളിയല്ല. ഇതിനൊക്കെ ഫിഫയുടെ ഗൈഡ് ലൈനും ഫിഫയുടെ അണ്ടറിലുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വന്ന് നിങ്ങളോട് പറയാത്തതിന് കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മുടെ ആൾക്കാർക്ക് ധാരണയില്ല. നമുക്ക് ഒരു പരിധി വരെയുള്ള ആൾക്കാർക്കുണ്ട്, മറ്റുള്ളവർക്ക് അറിയില്ല. പിന്നെ ഇവരെയൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് ഒഫീഷ്യലി കൺഫർമേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് 17-ാം തീയതി മാച്ച് ആണെന്നുള്ള കാര്യം. ഇനി അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വരട്ടെ. അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ കിട്ടുകയാണെങ്കിലല്ലേ ഞാൻ പറയേണ്ട കാര്യമുള്ളൂ. അതായത് താങ്കൾക്ക് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു അറിവുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഈ മാർച്ചിലേക്ക് മത്സരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ? മാർച്ചുമായിട്ട് മത്സരം നടത്തേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല. എന്താണ് മാർച്ചിലേക്ക് കളി മാറ്റേണ്ട കാര്യം എന്തായിരിക്കും? അങ്ങനെ എന്തിനുവേണ്ടി നമ്മൾ അറിയണ്ടേ? നമുക്ക് അറിയുന്നുള്ളത് മാത്രമല്ല, അങ്ങനെ എന്തിനുവേണ്ടി ഞങ്ങൾ അറിയും. ശരി, കൺഫർമേഷൻ വരും. ഒരു കാര്യം കൂടി, അതായത് താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇതൊരു ചെറിയ കളിയല്ല എന്ന്. തീർച്ചയായും അങ്ങനെയാണ്. ഫുട്ബോളിന്റെ ഇന്റർനാഷണൽ മത്സരങ്ങൾക്കെല്ലാം ഒരുപാട് ചട്ടങ്ങളും ഒരുപാട് ക്രമീകരണങ്ങളും ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും നിരവധിയായ പരിശോധനകൾ പല ഘട്ടങ്ങളിലായി ഉണ്ടാകുമല്ലോ. ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ ആദ്യഘട്ടത്തിലുള്ള വിലയിരുത്തൽ മാത്രമാണോ? അതിനുശേഷം ഈ കൃത്യമായി ഒരുക്കങ്ങളുണ്ടല്ലോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ താരങ്ങളുടെ താമസം, അവരുടെ യാത്ര, അതുപോലെ ഈ ഫീൽഡ്, അതായത് മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിൽ തന്നെ പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ, ഇതെല്ലാം ഒരു അന്തിമമായ വിലയിരുത്തൽ പിന്നീടും ഉണ്ടാകില്ലേ? അല്ല, ഞാൻ പറയുന്നത് അവര് വന്ന് കണ്ടു കഴിയുമ്പോൾ കുറെ ക്രൈറ്റീരിയ നമ്മളോട് പറയും, ഇന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തണം. അങ്ങനെയുള്ള മാറ്റം അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിന്റെ അകത്ത് എല്ലാ വർഷവും ഫുട്ബോൾ ഇന്റർനാഷണൽ മാച്ചുകളൊന്നും നടക്കുന്നില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് വരുന്ന ഒരു മാച്ചാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുന്നു. അത് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മറുപടി പറഞ്ഞ് പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. ആ ക്രമീകരണങ്ങൾക്ക് ശേഷമുള്ള ഒരു പരിശോധന തീയതി അതെന്നായിരിക്കും? അത് ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് എന്റെ അറിവ്. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. കാരണം അവരുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയതാണ്. പക്ഷെ അവരെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണല്ലോ ഇപ്പോൾ. അതൊക്കെ ഞങ്ങൾ ഡേ ടു ഡേ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി, താങ്കൾ ഇത് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഈ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനിൽ സ്വാഭാവികമായും അവിടെ വരുന്ന മീഡിയ റിപ്പോർട്ടുകൾ അത് ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അതിന് കൺസേൺ ഞാൻ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് ശരിയല്ല, അങ്ങനെ കൺസേൺ വരുന്നുണ്ട്. അത് നിങ്ങൾ ഇടപെട്ട് സംസാരിക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന് അവർ എന്ത് മറുപടിയാണ് നൽകിയത്? അത് സാർ, അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതല്ല, അത് നിങ്ങളുടെ ഭാഗത്തുള്ള നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഇനിഷ്യേറ്റീവ് ആണെന്നാണ് പറയുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയാണ്? താങ്കൾ സൂചിപ്പിച്ചല്ലോ, താങ്കൾ തന്നെ പറഞ്ഞത് എന്താണ്? അതായത് അർജന്റീനയിലെ ഒരു പത്രത്തോട് താങ്കൾക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന പോലെ തന്നെയല്ലേ ഇത് പറയുന്നത്? കേരളത്തിൽ നിന്ന് ആഫ്രിക്ക, പിന്നെ എന്താണ്, അർജന്റീനയ്ക്ക് മെയിൽ അയച്ച മാധ്യമങ്ങളുള്ള സ്ഥലമാണ് കേരളം. അപ്പൊ പിന്നെ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അവരെന്തെങ്കിലും ഡോക്യുമെന്റ് ആയിട്ട് എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോശക്കാരാകാൻ കഴിയില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. കേരളത്തിൽ നിന്ന് മാധ്യമങ്ങൾ ലെറ്റർ അയക്കാണ് അർജന്റീനയ്ക്ക്. ഇവിടെ സ്റ്റേഡിയം ഇല്ല, ഇവിടെ ഹോട്ടലില്ല, ഇവിടെ റോഡില്ല, ഇവിടെ വഴിയില്ല, ഇവിടെ വെള്ളമില്ല, അതുവരെ അയക്കാണ്. മനസ്സിലായോ? അപ്പൊ അതിന് മറുപടി പറഞ്ഞിട്ട് പോകാൻ പറയുന്നത് പിന്നെ എന്താണ് പറയാ, അതിൽ കൂടുതൽ നമ്മൾ അതിന്റെ നമ്മൾ എവിടുത്തെ ഇനിഷ്യേറ്റീവ് വെച്ചാൽ ഇനിഷ്യേറ്റീവിന് മുഴുവൻ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് മുഴുവൻ ഈ 2-3 മാസം മുന്നേയുള്ള ഡിസ്കഷൻ മുഴുവൻ എന്തായിരുന്നു? ഒറ്റ ഡിസ്കഷനേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡിസ്കഷൻ എന്ന് പറയുന്നത് കളി ചൈനയിലാണ്, കളി അമേരിക്കയിലാണ്, കളി വേറെ ഏതോ രാജ്യങ്ങളിലാണ്.
ഇന്ത്യയിലേക്ക് വരുന്നതേ ഇല്ല. ഒഫീഷ്യലി കൺഫർമേഷൻ വരുന്നത് തലേ ദിവസം വരെ ഞാനിത് കേട്ടതാണ്. AFA പ്രതിനിധി ഇന്ത്യയിലേക്ക് വരില്ല എന്നാണ് പിന്നെ പറഞ്ഞത്. AFA അങ്ങനെ സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് AFA പ്രതിനിധി പറഞ്ഞല്ലോ എല്ലാവരോടും വന്നിട്ട് ഇതിൽ ഇന്ത്യയുടെ ഫുട്ബോൾ അസോസിയേഷനും ഒക്കെ റോളുണ്ടോ? ഇന്ത്യയിലെ ഫുട്ബോൾ അസോസിയേഷനും ഫെഡറേഷനും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് ധാരണ ഇല്ലാതെയാണ് എന്നോട് സംസാരിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ മാച്ച് നടക്കുന്ന സമയത്ത് ഫുട്ബോൾ ഫെഡറേഷന് റോളുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അവരെന്തുകൊണ്ടായിരിക്കാം ഇതിൽ ഒഫീഷ്യലി ഒക്കെ ഇത്തരത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താതിരിക്കുന്നത്? അതൊക്കെ എന്തിനാണെന്ന് കൊടുക്കുന്നത്? ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് അല്ലേ? ആ ഫ്രണ്ട്ലി മാച്ചിന്റെ ഫൈനൽ ഡിസിഷൻ വരുമ്പോ അല്ല ഫൈനൽ പിന്നെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഡേറ്റ്, സമയം, വരുന്ന സമയം, കാര്യങ്ങള് എല്ലാവരും ഒഫീഷ്യലായിട്ട് എല്ലാവരും അനൗൺസ് ചെയ്യും. അതിനെക്കുറിച്ച് എന്താ അപ്പോൾ അതായത് ഈ 17-ാം തീയതി എന്നതിൽ ഒരു മാറ്റവുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഇതുവരെ എനിക്ക് എന്റെ അറിവിലില്ല. അതിൽ ഏത് സമയത്ത് മത്സരം ആരംഭിക്കുമെന്നതിൽ വ്യക്തതയുണ്ടോ? അല്ല, അതാ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഗവൺമെന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും പ്രപ്പോസൽ അല്ല, എല്ലാവർക്കും അതിന്റെ ടൈം ഫ്രെയിം ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ സമയം, അവിടുത്തെ അർജന്റീനയുടെ സമയം, ഇന്റർനാഷണൽ ടെലികാസ്റ്റിംഗ് സമയം, അതുപോലെ തന്നെ ഏതൊക്കെ സമയമാണ് ഇവരുടെ ഈ 3 ടീമിനെയും നോക്കണം. നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം നോക്കിയില്ല, ഇന്ത്യന്റെ നോക്കണം, ഓസ്ട്രേലിയന്റെ നോക്കണം, അർജന്റീനയുടെ നോക്കണം. ഈ സമയവും കാര്യങ്ങളെല്ലാം നോക്കി അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. സമയം ഫിക്സ് ആയിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? സമയമൊക്കെ എല്ലാം ഫിക്സ് ആയിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒഫീഷ്യലി അനൗൺസ് ചെയ്യും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒഫീഷ്യൽ അനൗൺസ് ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നത്? അത് വെയിറ്റ് ചെയ്യും. അത് വരുന്നത് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാനില്ലല്ലോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ബിസിനസ് അല്ല. ഇത് ഈ നാടിന് ഗുണമുണ്ടാവേണ്ട കാര്യമാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി ആരും പറയാതെ മാധ്യമങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് എന്ത് പറയാനാണ്? ഇന്ന് പറയുന്ന ഞാൻ അങ്ങനെയാണ് ഈ ചോദിച്ച കാര്യം. അതാണ് അർജന്റീനൻ മാധ്യമങ്ങൾ പറഞ്ഞ കാര്യമാണല്ലോ കേരളത്തിലേക്ക് ഒഫീഷ്യലി അനൗൺസ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞത്. അതിനുശേഷം അനൗൺസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ വാർത്തയെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. ശരി, ഒഫീഷ്യലി പറയട്ടെ, അന്നേരം ആലോചിച്ചാൽ മതി. അല്ലാതെ ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞു പോകുന്നത് ഒരർത്ഥമില്ല. വളരെ നന്ദി ശ്രീ ആന്റോ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മിഥുൻ, ഇതാണ് സംഘാടകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. മാധ്യമങ്ങൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നുണ്ട്. അതുപ്രകാരമുള്ള ഒരുക്കങ്ങളുമായി തന്നെയാണ് സംഘാടകർ മുന്നോട്ട് പോകുന്നത്. അതുപ്രകാരം 17-ാം തീയതി തന്നെ മത്സരം നടക്കും. അഭിലാഷ്, ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അല്പസമയത്തിന് മുമ്പ് നമ്മൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടതിന് ശേഷം അദ്ദേഹം ആദ്യം പ്രതികരിച്ചപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയാനുള്ളത്, അതായത് നിങ്ങൾക്ക് വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ മെസ്സി വരുമോ അല്ലെങ്കിൽ അർജന്റീന ടീം വരുമോ എന്നൊക്കെ ഇപ്പോഴും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. എങ്കിൽ പോലും തന്നെ അക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ളൊരു മറുപടി നൽകാൻ റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിന് കൂടി സാധിക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ നേരത്തെ മുൻകാലങ്ങളിലുമൊക്കെ സമാനമായ രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുള്ള പത്രമാണിത്. ഒപ്പം തന്നെ അർജന്റീന ടീമുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുള്ള പത്രമാണ്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ ചില ഗ്യാസ്റ്റൻ ഡ്യൂളിൻ്റെ, അതായത് അദ്ദേഹം അവിടുത്തെ പ്രമുഖ ജേർണലിസ്റ്റിൽമാരിൽ ഒരാളാണ്. ഒപ്പം തന്നെ അർജന്റീന ടീം ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ട് പോലും തെറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരാൾ ഈ രീതിയിൽ റിപ്പോർട്ട് ഇങ്ങനൊരു വ്യാജ വാർത്ത കൊടുക്കുമോ എന്ന് നമുക്ക് കരുതാനാകില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ 11-ാം, അതായത് നവംബർ 11 അങ്കോളയുമായിട്ടുള്ള മത്സരം അത് ധാരണയാവുകയും ചെയ്തിരിക്കുന്നു. 17-ന് കേരളത്തിൽ നടക്കുന്ന മത്സരം അതെന്തുകൊണ്ട് അത്തരത്തിലൊരു പ്രഖ്യാപനം വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. മറ്റൊന്ന്, ആന്റോ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് നേരത്തെ തന്നെ ഈ AFA തന്നെ സ്ഥിരീകരണം നടത്തി, അതായത് കേരളത്തിൽ വന്ന അർജന്റീന ടീം കളിക്കും, മെസ്സി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ആ ടീമിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. പക്ഷേ അത് ആദ്യഘട്ട രീതിയിലുള്ള ഒരു കൺഫർമേഷൻ മാത്രമേ നമുക്കതിനെ കരുതാനാകൂ. പ്രത്യേകിച്ച് പിന്നാലെയാണ് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രതിനിധികൾ ഈ സ്റ്റേഡിയവും ഒപ്പം തന്നെ ഇവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ആ ഒരു സംഘത്തെ അയക്കുക എന്നുള്ളതാണ്. അവർ വന്ന് പരിശോധിച്ചതിന് ശേഷം അത് എല്ലാം ബോധ്യപ്പെട്ട് അവർ കരാർ പ്രകാരം മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിച്ചു എന്ന് അവർ പരിശോധിക്കുകയും ചെയ്യും. ആ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ലംഘനമുണ്ടായാൽ ആ കരാറുമായി
കരാറുമായി അവർ മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഈ സംഘം IFAക്ക് നൽകിയതായി തന്നെയാണ് ഈ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ആ റിപ്പോർട്ട് പ്രകാരമാണ് ഈ മത്സരം റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ദ നേഷൻ അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇത് റദ്ദാക്കിയാൽ പോലും തന്നെ കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത വർഷം മാർച്ചിന് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ആദ്യം അർജന്റീന ടീം വരുമോ ഇല്ലയോ എന്നുള്ള ചില ചോദ്യങ്ങൾക്കിടയിൽ അന്നും ആൻഡോ അഗസ്റ്റിൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ AFA പറയുന്നത് മാർച്ചിൽ അടുത്ത വർഷം നോക്കാം, ഒരു മത്സരം കളിക്കാൻ ഇന്ത്യയിൽ പറ്റുമോ എന്നുള്ളത് നോക്കാം എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷേ പിന്നാലെ നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ, ഏറ്റവും കൂടിയാലോചനകൾക്കൊടുവിൽ എല്ലാം തന്നെ അവർ വഴങ്ങിയിരിക്കുന്നു, ഈ കരാറുമായി മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുകയായിരുന്നു എന്നായിരുന്നു ആൻഡോ അഗസ്റ്റിൻ അന്ന് പറയുകയും ചെയ്തു. അതൊക്കെ ചേർത്ത് വായിക്കപ്പെടുമ്പോൾ ഒരു പക്ഷേ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങൾ കളിക്കുന്ന അർജന്റീന ഇത്തവണ അങ്കോളയ്ക്കും ഒപ്പം തന്നെ കേരളത്തിൽ നടക്കുന്ന ഓസ്ട്രേലിയയുമായി നടക്കുന്ന മത്സരത്തിലാണോ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതോ ആഫ്രിക്കയിൽ തന്നെ തുടർന്നുകൊണ്ട് മറ്റൊരു ടീമുമായി, പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CK രാജേഷ് കുമാർ കായിക ലേഖകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജേഷ് കുമാർ, ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് അർജന്റീന വരുമോ, അതിനപ്പുറത്തും മെസ്സിയെ ഒന്ന് നേരിട്ട് കാണാൻ സാധിക്കുമോ, അദ്ദേഹത്തിന്റെ മാന്ത്രിക കാലുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിരവധിയായ മലയാളികളുണ്ട്. അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോഴിതാ ഈ അർജന്റീനിയൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് നവംബറിൽ മത്സരം കേരളത്തിൽ നടക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ അവിടെ അതൃപ്തിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടുകളെ വിശ്വസിക്കേണ്ടതില്ല. ഈ റിപ്പോർട്ടുകളോട് എന്ത് പ്രതികരിക്കാനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകർ ചോദിക്കുകയും ചെയ്യുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ തുടക്കം മുതലേ ഇപ്പൊ അർജന്റീന ടീം കേരളത്തിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പുകമറ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ന്യൂസ് 18 തന്നെ നമ്മൾ പല തവണ ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുമുണ്ട്. ആൻഡോ, പ്രധാനപ്പെട്ട സ്പോൺസറായ ആൻഡോ അഗസ്റ്റിൻ തന്നെ നേരിട്ട് വരിക, നമ്മൾ ആ ചർച്ചയിൽ പങ്കെടുക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മെസ്സി വരുവോ അല്ലെ അർജന്റീന വരുവോ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് വരുമ്പോൾ ഒരു പബ്ലിക് അല്ലെങ്കിൽ അത്രത്തോളം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു സംഭവത്തിൽ അതിന് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഇവർ തമ്മിലുള്ള എഗ്രിമെന്റ് എന്താണ്. നമുക്കിപ്പം സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ അല്ലെങ്കിൽ സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നതിനുപരി ഇത് സർക്കാർ ഇൻവോൾവ് ആണ്, പബ്ലിക് മണി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പബ്ലിക്കിന് ലഭിക്കുക എന്ന് പറയുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും ആകാംക്ഷ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും സന്തോഷമുള്ള ഒരു കാര്യം മെസ്സിയെ കൊണ്ടുവരിക അല്ലെങ്കിൽ മെസ്സി കേരളത്തിൽ വന്ന് കളിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനം പകരുന്ന കാര്യമാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻഡോ അഗസ്റ്റിനോ അല്ലെങ്കിൽ സർക്കാരോ നമുക്ക് ഉത്തരം തരുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇവിടെ എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തു എന്നാണ്, തുടർച്ചയായി എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ലാന അസിയോൺ എന്ന് പറയുന്ന അവരോട് അർജന്റീന ഫുട്ബോൾ ടീമിനോട് തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമം AFAയെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ വളരെ വിശ്വസനീയമായിട്ട് നമ്മളെല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് എങ്ങനെയാണ്. നേരിട്ട് ഔദ്യോഗികമായിട്ട് സംബന്ധിച്ച കരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നതിന് നേരിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു കമന്റ് പെട്ടെന്ന് ഉണ്ടാകില്ല. പക്ഷേ നെഗോസിയേഷൻസ് നടക്കും. നമുക്ക് അങ്ങനെ നെഗോസിയേഷൻസ് നടക്കട്ടെ, അർജന്റീന വരട്ടെ, കളിക്കട്ടെ. പക്ഷെ പ്രാഥമിക ഇപ്പൊ നമുക്ക് ഇനി ഒരു മാസമുള്ളൂ നമ്മുടെ ടീം വരുന്നതിന്. ഈ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എതിർ ടീം ആരാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ആൻഡോ പറയുന്നു ഓസ്ട്രേലിയ വരുമെന്ന്. പക്ഷെ ഓസ്ട്രേലിയ ഫുട്ബോൾ അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കമന്റും നടത്തിയിട്ടില്ല. അവിടെ അങ്ങനെ ഒരു കലണ്ടറിൽ അവരുടെ അതൊട്ട് രേഖപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളത് സ്ഥിരീകരിക്കാൻ സാധിക്കുക? അല്ലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഈയിടെ ഒരു വാട്സ്ആപ്പ് ചാറ്റ് പുറത്തു വന്നിരുന്നത് കണ്ടിട്ടുണ്ടാവും. അതിൽ അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ഷെഡ്യൂള് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു മാസം മാത്രം? ഇപ്പൊ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധി നമ്മുടെ കലൂർ സ്റ്റേഡിയം ഒന്ന് പരിശോധിച്ചു വന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാൻ ഒരു ഗ്രീൻ കാർഡ് നൽകുകയും ചെയ്തു സ്പോൺസേഴ്സിനും സർക്കാരിനും. അതുപോലെ തന്നെയാണ് അർജന്റീന ടീം. അർജന്റീനയുടെ ടീം അവർക്ക് കളിക്കാൻ ഇവിടെ സ്റ്റേഡിയം യോഗ്യമാണോ, ഫിഫയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ, ഈ കാര്യങ്ങൾക്കായിട്ടൊന്നും ഇവിടെ ഓസ്ട്രേലിയൻ ടീം കേരളത്തിൽ എത്തിയിട്ടില്ല ഇതുവരെ. അല്ലെ വന്നതായിട്ട് നമുക്ക് ആർക്കും അറിയത്തില്ല, രഹസ്യമായിട്ടല്ല വന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ പബ്ലിക്കായിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ഒരു രേഖ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആകെ GCDയിലേക്ക്, അതായത് നേരത്തെ തിരുവനന്തപുരത്തായിരുന്നു ഈ മത്സരം തീരുമാനിച്ചിരുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അത് അവിടെ നടക്കുകയല്ല, കലൂർ സ്റ്റേഡിയത്തിലായിരിക്കും നടന്നത്. അപ്പൊ കലൂരെ സ്റ്റേഡിയത്തിന്റെ ഫെസിലിറ്റീസിന് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ആശയവിനിമയം നമ്മുടെ കായിക മന്ത്രിയുടെ ഭാഗത്തുനിന്ന് GCDA ചെയർമാൻ അയച്ചത് മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്.
ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്രയും നാളായിട്ടും ഇത്രയും വലിയൊരു ഇവന്റ് നടക്കുന്ന സ്വഭാവമായിട്ട് അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെയും കൂടി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവരാണ് ഇതിനകത്ത് ശരിക്കും മുഖ്യ സംഘാടകരായിട്ട് പോലും വരേണ്ടത്. അതുപോലെ തന്നെയാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് യാതൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അവരും പറയുമ്പോൾ നമ്മളിത് കേവലം ഒരു സ്പോൺസറുടെ വാക്കിൽ മാത്രം വിശ്വസിച്ച് തൂങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനമായിട്ട് വരുന്ന ചോദ്യം. അതുപോലെ തന്നെ പിന്നെ സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് സർക്കാരിന്റെ വാക്കുകളെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. സർക്കാർ ഈ ജനത്തിനോട് മുഴുവൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ആരാധകരുള്ള ഒരു ടീമാണ് അർജന്റീന, അതുപോലെ തന്നെ ബ്രസീലും. അതുപോലെ അർജന്റീന വരുമ്പോൾ ഇത്രയധികം പബ്ലിക് ആരാധന വളരെ ഹാർഡ് കോർ ആയിട്ട് ആരാധിക്കുന്ന ആൾക്കാർ വരുന്നതിനെ അത്രത്തോളം കാത്തിരിക്കുമ്പോൾ അവരുടെ മുഴുവൻ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വരുന്നത് ഒരിക്കലും ആശാസ്യമല്ല. അതിനുവേണ്ട കൃത്യമായ ഉത്തരമാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് ആൻഡോ പല ചോദ്യങ്ങളും തിരികെ ചോദിക്കുന്നത്. അത് ഇത്തരം പുകമറകളോ മാധ്യമ വാർത്തകൾക്കോ എങ്ങനെയാണ് ഇങ്ങനെ മറുപടി നൽകിക്കൊണ്ടേയിരിക്കുക? അതായത് ഇപ്പോഴും അർജന്റീന അസോസിയേഷൻ ഏതെങ്കിലും തരത്തിൽ ഈ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന ഒരു അറിയിപ്പും അവർക്ക് നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആ അസോസിയേഷൻ ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് വളരെ കൃത്യമായി, ഞാൻ അല്പസമയം മുമ്പ് ആൻഡ്രോയിഡ് വളരെ കൃത്യമായി ചോദിച്ചതാണ്, ഇന്ത്യയുടെ ഫുട്ബോൾ അസോസിയേഷനും ഫെഡറേഷനും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സംഘങ്ങൾക്കും ഒന്നും ഇതിൽ റോളില്ലേ? കൃത്യമായ റോളുണ്ട് എന്നും അവർ ഉൾപ്പെടുന്ന അനൗൺസ്മെൻറ്റ് വരുമെന്നുമാണ് ഇപ്പോഴും ആൻഡ്രോ പറയുന്നത്. അല്ല, വന്നുകൊള്ളട്ടെ, വരുന്നതിനൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ നമ്മൾ കാതലായിട്ടുള്ള പ്രശ്നം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റിലെ പ്രധാനപ്പെട്ട ക്ലോസ് അത് ചോദ്യം ചെയ്യുമ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയല്ല എന്നുള്ളത്. മെസ്സി വരുമെന്ന് അവർ എഗ്രിമെന്റ് ചെയ്യും. മെസ്സി അടക്കം 7 പേര് ലോകകപ്പ് കളിച്ച് 7 പേര് കേരളത്തിൽ വരുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു ക്ലോസ് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് കാണിക്കുന്ന എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? അങ്ങനെ ഒരു ക്ലോസ് അതിൽ പബ്ലിക് ആവശ്യമുള്ളതായിരുന്നു. മെസ്സി ഇപ്പൊ ഞാൻ പറയാം, പ്ലേയേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഫിഫയുടെ ഇതുണ്ട്. അതായത് ഇപ്പം മെസ്സിക്ക് തോന്നുകയാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മെസ്സി വരികയല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അസുഖം പിടിപെട്ടു, മെസ്സി വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇവിടെ വന്ന് അതൊന്നും എഗ്രിമെന്റിന്റെ ഭാഗമാക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലേയേഴ്സിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്വാഭാവികമാണ് പരിക്ക്, ഇതൊക്കെയാണ്. ഇത് പരിക്ക് വരാം, അല്ലെങ്കിൽ അയാൾക്ക് മെന്റലി, ഞാൻ പറയാം, അടുത്ത വേൾഡ് കപ്പ് വരും, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സി കളിക്കുക, മെസ്സി എത്രത്തോളം കളിക്കുന്നു എന്നുള്ളത്. മെസ്സി കളിക്കുക എന്ന് പറയുന്നത് ഫിഫയുടെ ആവശ്യമാണ്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ആവശ്യമാണ്. ലോകചാമ്പ്യന്മാര് കളിക്കും, അതിന് മെസ്സിയുടെ അതിന് പ്രായം ഒന്നും ഘടകമല്ല. അത് ഈ കേരളത്തിൽ വന്നൊരു ഇഞ്ചുറി സംഭവിക്കും, ഇതൊക്കെ അവരുടെ കൺസേൺ ആണ്. അത് വലിയതുള്ള ബിസിനസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത്, ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി കൃത്യമായിട്ട് ക്ലാരിറ്റി മാത്രം ആൻഡ്രോയുടെ പറഞ്ഞാൽ സർക്കാർ കായികമന്ത്രിയാണ്. കായികമന്ത്രി ഞാനിപ്പോ മനസ്സിലായി, ഞാൻ സർക്കാർ വൃത്തങ്ങളിൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് ഇപ്പൊ അവർ പാനിക്കായിട്ടുണ്ടോ എന്നുള്ള പല സംസാരങ്ങളിൽ പാനിക്കായിട്ടുള്ള സംശയം എനിക്കുണ്ട്. ഇന്ന് രാവിലെ കായികമന്ത്രിയുടെ ഇതാണെങ്കിൽ സ്പോൺസറോട് ചോദിക്കുക, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, സ്പോൺസറോട് ചോദിക്കുക എന്നുള്ള രീതിയിലാണ് കായികമന്ത്രി പറഞ്ഞേക്കുന്നത്. വരും, ഇതുവരെ സ്പോൺസർ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അതായത് ഈ ഒരു വിഷയത്തിൽ പയ്യെ സർക്കാർ എല്ലാ സ്പോൺസറുടെ തലയിലേക്ക് വെക്കുന്ന ഒരു നീക്കം പോലും നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ശരിക്കും ഇപ്പൊ ഉയരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് അനുമാനിക്കാൻ പറ്റുന്നത്, നമുക്ക് വേണ്ടത് പബ്ലിക്കിനെ ധരിപ്പിക്കേണ്ടതുണ്ട് അർജന്റീന വരുമോ ഇല്ല. നമ്മളിപ്പോ എങ്ങനെയാണ്, അഭിലാഷിന് തന്നെ അറിയാം, അഭിലാഷ് മാധ്യമപ്രവർത്തകൻ, അഭിലാഷ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്? ഈവൻ ആൻഡോ പോലെ ഒരു വലിയൊരു മാധ്യമ സ്ഥാപനം നടത്തിക്കുന്ന ആളാണ്. എങ്ങനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള സോഴ്സ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ BCCI വൃത്തങ്ങളിൽ പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, BCCI വൃത്തങ്ങൾ അറിയിച്ചു. എങ്ങനെയാണ് BCCIയിലെ ഒഫീഷ്യൽസ് ആരെങ്കിലും പറഞ്ഞു കേട്ട വിവരം വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് അതിനകത്ത് പബ്ലിക്കലി വന്ന് പറയാൻ ചില പരിമിതികളുണ്ട് ഒരു അസോസിയേഷനെ സംബന്ധിച്ച്. അത് മറ്റ് കരാറുകളുടെയും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് അവർ പറയാം. പക്ഷെ അവർ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഏറ്റവും അടുപ്പമുള്ള ഒരു, അല്ലെങ്കിൽ മെസ്സി ആയിട്ടൊക്കെ ഏറ്റവും അടുപ്പമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് കഴിഞ്ഞ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ തന്നെ ഇത് ഏറ്റവും ആദ്യം ആ മത്സരം നടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. പിന്നെ അവരൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് നമുക്ക് സത്യമെന്ന് വിശ്വസിച്ചു. അതായത് നമുക്ക് മാർച്ചിലേക്ക്, അതായത് എഗ്രിമെന്റിന്റെ ക്ലോസ് അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് വരും, പെട്ടെന്ന് നമുക്ക് എടുത്തു ചാടി ആ സ്റ്റേഡിയം ഫെസിലിറ്റീസ് ഇതൊന്നും ഇത്ര പെട്ടെന്ന് തിടുക്കത്തിൽ റെഡിയാകില്ല. അതുകൊണ്ട് മാർച്ചിലെ വിൻഡോയിൽ നമുക്ക് നോക്കാം എന്നുള്ള ഒരു പ്രൊവിഷൻ കൂടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പക്ഷെ മാർച്ചിലേക്ക് മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ആൻഡോയും ടീമും പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പുകമറകൾ ധാരാളമുണ്ട്. അത് മാറ്റി ഏറ്റവും നല്ല രീതിയിലൂടെ അർജന്റീന വന്ന് കളിച്ചു പോവുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഒരു ആഗ്രഹം. അതിനെല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് ഇത്തരത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ വരുന്നത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതിലൊരു നിവൃത്തി സർക്കാർ തന്നെ, ആൻഡോ വരുത്തുക എന്നുള്ളതല്ല, സർക്കാർ പലപ്പോഴും ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതിലൊരു വ്യക്തത വരുത്താനൊന്നും തയ്യാറാകുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നും പലപ്പോഴും മറുപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണല്ലോ. അതെ.
അതാണ് ഇതിനകത്ത് വരുന്ന കാര്യം. യെസ്, വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അതാണ് മിഥുൻ, ഇതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് സ്പോൺസർമാർ പറയുന്നു 17-ാം തീയതി തന്നെ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുമെന്ന്. അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ടെക്നിക്കലി ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. കായിക താരം വ്യക്തിപരമായി അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ സ്വാഭാവികമായും മെസ്സി കളിക്കില്ല. അതിനപ്പുറത്തൊരു ടീമായി വരുമ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ മെസ്സി കളിക്കുക തന്നെ ചെയ്യും എന്ന ഒരു നിലപാട് ആവർത്തിക്കുകയാണ് സ്പോൺസർമാർ. അതേസമയം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്ന് നിൽക്കുന്ന സ്പോർട്സ് ലേഖകന്മാർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പത്രം അടക്കം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് കേരളത്തിലേക്ക് മെസ്സി നവംബറിൽ 17-ാം തീയതി എത്തില്ല എന്ന് കൂടിയാണ്. അഭിലാഷ്, എന്തായാലും നമുക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആൻഡോ അഗസ്റ്റിൻ ഉറപ്പിച്ച് പറയുന്നു നവംബർ 17 തന്നെ തീരുമാനിച്ച പ്രകാരം തന്നെ അർജന്റീന ടീമും മെസ്സിയും ഇത്തരത്തിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഏറ്റുമുട്ടുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ ചില വ്യക്തത വരേണ്ടതായിട്ടുള്ളത്, ഒന്ന്, ഈ ഓസ്ട്രേലിയൻ ടീമിൻ്റെ കാര്യം എങ്ങനെയാണ്? ഓസ്ട്രേലിയൻ ടീം വരുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണമോ അത് സംബന്ധിച്ച് അവർ ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വിവരങ്ങളോ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങളാണ് അർജന്റീന ടീം സാധാരണയായി കളിക്കാറുള്ളത്. ഇതിൽ ഒരു മത്സരം അങ്കോളയ്ക്കെതിരെ അത് ധാരണയാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ട ഒരു കൺഫർമേഷൻ വരും. അങ്ങനെയാണ് അത് അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതായത് ആദ്യം ഈ ഒരു ടീമിനെതിരെ മത്സരം നടക്കാൻ പോകുന്നു, അത് ഇന്ന രാജ്യത്ത് വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഔദ്യോഗിക കൺഫർമേഷൻ AFAയുടെ ഭാഗത്തുനിന്ന് വരും. അതിനുശേഷമായിരിക്കും ഈ പ്രതിനിധികൾ ഏത് രാജ്യത്ത് വെച്ചാണ് നടക്കാൻ പോകുന്നത്, ആ രാജ്യത്തെ ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്, ആ സ്റ്റേഡിയത്തെ സൗകര്യങ്ങൾ, ഒപ്പം തന്നെ അവിടുത്തെ ഹോട്ടൽ റൂമുകൾ, അതായത് ഈ താരങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഒപ്പം തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ആ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ, അവയൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഈ സംഘം എത്തിയതിനു ശേഷം പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷം അവർ തിരികെ എത്തി AFAയ്ക്ക് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകും. ഇവയെല്ലാം കരാർ പ്രകാരം പാലിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭ്യമായാൽ മാത്രമേ ഒരു ഔദ്യോഗിക കൺഫർമേഷൻ ഇത്തരത്തിൽ AFAയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇത് നേഷൻസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗാഡ്സൺ എഡ്യൂൾ പോലെയുള്ള അവിടുത്തെ പ്രമുഖനായിട്ടുള്ള സ്പോർട്സ് ജേർണലിസ്റ്റുകൾ അടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിൽ ചില ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുകയും ചെയ്തത്. ആ ലംഘനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ മത്സരം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മത്സരം റദ്ദാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് പ്രകാരം ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ വർഷം നടക്കില്ല, അടുത്ത വർഷം മാർച്ചിൽ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ മറ്റൊരു മത്സരത്തിൽ ഇതുപോലെ ഇന്ത്യയിലേക്ക് വരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകൾ പരിശോധിക്കാം. പ്രത്യേകിച്ച് അത് മറ്റു മത്സരങ്ങൾ, അതായത് അർജന്റീനയുടെ മറ്റു മത്സരങ്ങൾ, ഒപ്പം തന്നെ ലാലിഗ മറ്റ് ഈ താരങ്ങളുടെ ഒരു ലഭ്യമാകണം. കാരണം പ്രത്യേകിച്ച് ലാലിഗ മറ്റ് ലീഗുകൾ നടക്കുന്ന വേളയാണ്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഇന്റർനാഷണൽ ബ്രേക്കുകൾ വരുന്നത് മുറയ്ക്കായിരിക്കും അത്തരത്തിലുള്ള മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഒരു ഷെഡ്യൂൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഏവരും ആകാംക്ഷയോട് കാത്തിരുന്നതാണ്, വളരെ പ്രതീക്ഷയോടെ കൂടെ കാത്തിരുന്നതാണ്. മെസ്സി വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആൻഡോ അഗസ്റ്റിൻ പോലുള്ള സ്പോൺസറെ നമ്മൾ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അപ്പോൾ തന്നെ അത് നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകർക്ക് അവരെ വഞ്ചിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ പറഞ്ഞു പറ്റിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒരു തരത്തിലും പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. എന്തായാലും മെസ്സി വരാനുള്ള കാര്യങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ തീർപ്പാക്കാൻ ഇത്തരത്തിൽ സ്പോൺസർക്കും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പ്രകാരം അങ്ങനെ ഒരു സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ്. അതാണ് മെസ്സിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് അർജന്റീനയിലെ കായിക ലേഖകരുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഇപ്പോഴിതാ അർജന്റീനയിലെ പത്രത്തിലും ഇത്തരത്തിൽ കേരളവുമായി, അല്ലെങ്കിൽ കേരളത്തിൽ വന്നുകൊണ്ട് ഒരു സൗഹൃദ മത്സരത്തിന് ഈ നിലവിലെ 17-ാം തീയതി സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സംഘാടകർ അത് ഇപ്പോഴും നിഷേധിക്കുകയാണ്.